കേരള ജൈവ കർഷക സമിതി 32ാം സംസ്ഥാന സമ്മേളനം പത്മശ്രീ ചെറുവയൽ രാമൻ ഉദ്ഘാടനം ചെയ്തു. 13-14 തീയതികളിലായി എടപ്പാൾ വള്ളത്തോൾ കോളേജിലെ ഇ ഗോവിന്ദൻ നഗറിലാണ് സമ്മേളനം നടക്കുന്നത്. മനുഷ്യൻ്റെയും മറ്റ് ചരാചരങ്ങളുടെയും ആരോഗ്യകരമായ നിലനിൽപ്പ് അനുദിനം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജൈവകൃഷിയും അതിനോട് ഒത്തുപോകുന്ന ജൈവജീവിതവും എന്ന ആശയവും മുൻനിർത്തി 3 പതിറ്റാണ്ടിലേറെയായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മയാണ് കേരള ജൈവ കർഷക സമിതി. കേരള ജൈവ കർഷക സമിതിയുടെ 32ാം സംസ്ഥാന സമ്മേളനമാണ് എടപ്പാൾ വള്ളത്തോൾ കോളേജിലെ ഇ ഗോവിന്ദൻ നഗറിൽ 2 ദിവസങ്ങളിലായി നടക്കുന്നത്. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം പത്മശ്രീ ചെറുവയൽ രാമൻ നിർവഹിച്ചു. ഒരു തുള്ളി പോലും പുറത്തേക്ക് വിടാൻ നമ്മളെല്ലാവരും പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് പറയുന്നുണ്ടല്ലോ, കേരളത്തിന്റെ 30 TMC വെള്ളം നമുക്ക് അവകാശപ്പെട്ട വെള്ളമാണെന്ന്. എത്ര വെള്ളം നമുക്ക് നിർത്തിയിട്ടുണ്ട്. പക്ഷേ എന്റെ വീടിന്റെ ഈ 3 ഏക്കർ പറമ്പിൽ പെയ്യുന്ന മഴവെള്ളം ഒരു തുള്ളി പോലും ഞാൻ ഉണ്ടാകില്ല. റെയിൻ ഗേറ്റ് വെച്ച് എത്ര മില്ലിമീറ്റർ മഴ പെയ്യുന്നുണ്ടെന്നും അത് എത്ര ലിറ്റർ വെള്ളമെന്നും അത് എത്രയുടെ ഭൂമിയിലേക്ക് ഇറങ്ങിയെന്നും നിങ്ങളൊക്കെ ഇതൊന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങൂലെന്നല്ല. മാത്രമല്ല, വയനാട്ടിലെ മണ്ണ് ഒഴുകി പോകുന്ന കർണാടകത്തിലേക്ക് കണക്കിനാണ് ഓരോ വർഷവും മണ്ണ് ജൈവ മണ്ണ് ഒഴുകുന്നത്. അതിന്റെ കണക്ക് കൊടുത്ത് വെച്ചിട്ടു. പക്ഷെ എന്റെ ഭാഗത്ത് മണ്ണ് ഒഴുകില്ല. എല്ലാം തടഞ്ഞു നിർത്തിക്കാൻ എല്ലാം ചാല് നിറയാണ്. ചപ്പുകൾ, മണ്ണുകൾ, വെള്ളം ഒന്നും വിടാൻ. കെ ടി ജലീൽ MLA മുഖ്യപ്രഭാഷണം നടത്തി. എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. അടാട്ട് വാസുദേവൻ, VA ദിനേശൻ, B സതീഷ് കുമാർ, ഖദീജ നർഗീസ്, TV പ്രകാശൻ, ഹരിയാനന്ദകുമാർ, PIV ടീച്ചർ, പ്രകാശൻ പുത്തൻമഠത്തിൽ, NR അനീഷ്, PV വിജീഷ്, MP സുരേന്ദ്രൻ, OP വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. K ചന്ദ്രൻ മാസ്റ്റർ സ്വാഗതവും പ്രൊഫസർ M ഹാറൂൺ നന്ദിയും പറഞ്ഞു. വിളംബര ജാഥയ്ക്ക് ശേഷം നടന്ന സമ്മേളനത്തിൽ ജൈവകൃഷി അനുഭവങ്ങൾ പങ്കിടൽ, സെമിനാറുകൾ, ചർച്ചകൾ, പ്രദർശനങ്ങൾ എന്നിവയും 2 ദിവസങ്ങളിലായി നടക്കും. NCV ന്യൂസ്, പൊന്നാനി.